നമസ്കാരം, ഞാൻ ഷാഫി വിതുര. ഞാനിപ്പോൾ നിൽക്കുന്നത് വിതുര ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലുള്ള വാഴ്വാന്തോൽ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ വാഴ്വാന്തോൽ വാട്ടർഫാൾസിലേക്ക് നമുക്ക് പോകാം. വാഴ്വാന്തോൽ വാട്ടർഫാൾസിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ അനിയണ്ണനുണ്ട്. അനിയണ്ണൻ വാഴ്വാന്തോൽ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ വാഴ്വാന്തോൽ കാണാം അല്ലേ? ഓക്കെ. വാഴ്വാന്തോൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഉണ്ട്. 5 പേരടങ്ങുന്ന ഒരു ടീമിന് 1000 രൂപയാണ് ഫീസ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡ് കൂടെയാണ് നമ്മളോടൊപ്പം വരുന്നത്. കൃത്യമായും ഗൈഡിനോടൊപ്പം തന്നെ സഞ്ചരിക്കണം. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഇതിനിടയ്ക്ക് ഊഞ്ഞാൽ കണ്ടു. ഊഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊന്ന് ആടാൻ തോന്നുമല്ലോ, സ്വാഭാവികമാണ്. കാരണം ഓണത്തിന് നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിലിപ്പോൾ ഊഞ്ഞാലുകളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഊഞ്ഞാലുണ്ട്. നമുക്ക് അത്യാവശ്യം വന്ന് അത് ആഘോഷിക്കാം. ചാത്തങ്കോടാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കാരണം ഇവിടെ ഈ നമ്മൾ പോകുന്ന വഴിക്കുള്ള അരുവികളാണ്. അതിൻ്റെ ശബ്ദം കേട്ടല്ലോ. നമുക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന വള്ളികളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ പാറകളുണ്ട്, ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട്. ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ രസകരമായിട്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുക. പോകുന്ന വഴിക്കാണ് ആനപ്പിണ്ടം കണ്ടോ. ആന ഇതുവഴി സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് കൂടിയാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പരമാവധി നിശബ്ദരായിട്ട് യാത്ര ചെയ്യുക. ഇവിടെ വന്നിരിക്കുകയാണല്ലേ? നിന്നെ നടന്ന് വന്നതല്ലേ? എന്നിട്ട് ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമുള്ള സ്ഥലം. അതെ, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. വനവകുപ്പ് നല്ല കൈകാര്യം ചെയ്യും യാത്രക്കാർക്ക് വേണ്ടി. ഇവിടെ ഒരു 10 പേർക്ക് സുഖമായിട്ട് വന്നിരിക്കാം. നല്ലതാണ്. അത്യാവശ്യം നമുക്ക് കുരങ്ങുകളെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അത്യാവശ്യം കുരങ്ങുകളൊക്കെ നമ്മൾ അവരെ ശല്യം ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ ദൂരെ നിന്ന് കാഴ്ചക്കാരായി നോക്കുക, അത്രമാത്രം. കൂടുതലായിട്ട് അവർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പോകരുത്. നമ്മൾ അതിനെ ശല്യപ്പെടുത്താനും പോകരുത്. ഇത് വരുന്ന വഴിക്ക് ഒരു പൊങ്കാല ഇടുന്നൊരു ചടങ്ങ് നാം കാണുന്നു. ഇവിടെ എന്താണ് സംഭവം? ഞങ്ങൾ കുടുംബക്കൊടി എന്നുള്ള മല ദൈവങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന ഭാഗമാണ്. മൂന്നാം വർഷം അത് വെച്ചു കൊടുക്കണം. എല്ലാ 3 വർഷവും വെച്ചു കൊടുക്കും മലദൈവങ്ങൾക്ക്. അപ്പൊ ആ സമയത്താണ് ഇവിടെ വന്ന് വൃത്തിയാക്കി ഇവിടെ പറിച്ചേരും. ഇനിയിപ്പം പിന്നെ വരില്ല. പിന്നെ 3-ാം വർഷം വീണ്ടും വീണ്ടും വരും. ആ ചാറ്റ് വാറ്റുണ്ട്. ചാറ്റ് അവിടെ വീട്ടിൽ ചാറ്റ് വാറ്റ് അവിടെ കൊടുക്കുന്നത് ഇവിടെ. അപ്പൊ ഇത് ഇന്ന് തീരും. അല്ല, ഇവിടെ പ്രതിഷ്ഠ അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മള് മല ദൈവങ്ങൾക്ക് മാത്രം. നിങ്ങൾ പല അമ്പലത്തിൽ വെക്കുമ്പോൾ ഞങ്ങൾ മല ദൈവങ്ങൾക്ക് വെക്കണം. അതാണ് ഞങ്ങളെ സ്ഥലം. ശരി. എന്താ പേര്? എന്റെ പേര് മാർത്താണ്ഡൻ. ശരി. അപ്പൊ ഇത് ഇവിടെയുള്ള ഈ തേങ്ങ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തേങ്ങ പടുക്കയ്ക്ക് വേണ്ടിയിട്ട്. ഓ മലദൈവങ്ങൾക്ക് പടുക്കയിടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. പക്ഷേ ഇത് ഏറെ വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രതിഷ്ഠയില്ല. പക്ഷേ ഈ മലയെ മൊത്തത്തിൽ അവരുടെ മല ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ആനപ്പിണ്ടമൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ ഈ ആനപ്പിണ്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. വന്യമൃഗങ്ങളെ നമ്മൾ ഒരു കാരണവശാലും അവരെ ശല്യപ്പെടുത്താതിരിക്കുക. അത് അവരുടെ വാസസ്ഥലമാണ് നമ്മൾ കയ്യേറിയിരിക്കുന്നത് എന്നും കൂടെ നമ്മൾ ഓർക്കുക. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് പോലും ആ പ്രദേശത്തിടാതെ വളരെ ഭംഗിയായിട്ട് അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഏറ്റവും വലുതാണ്. അനിയണോ ഒന്നും ആയില്ല കേട്ടോ, ഒന്നും ആയില്ല നമ്മുടെ നടത്തം. അപ്പോൾ ഇനിയും പോകണമെന്നാണ് പറയുന്നത്. പിന്നിൽ കാണുന്ന മരമൊക്കെ ഉണ്ടോ, എന്ത് ഹൈറ്റ് എന്നറിയാം. അപ്പോൾ ഈ പാറകളൊക്കെ ഭയങ്കര രസകരമായ പാറകൾ, വള്ളിച്ചെടികൾ തന്നെ, ഊഞ്ഞാൽ വള്ളികൾ, രസമുള്ള സ്ഥലം. അപ്പോൾ ഇതിനിടയ്ക്ക് കണ്ടൊരു സ്ഥലത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. പക്ഷേ ഒരുപാട് വെള്ളമുള്ള സമയത്തൊന്നും ഇവിടെയൊന്നും ഇറങ്ങാതിരിക്കുക.
വാഴവാന്തോൽ എത്തിയിട്ടില്ല, ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇപ്പോൾ വളരെ മനോഹരമായ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് വാഴവാന്തോൽ കാണാം, തുടരും.